Students, welcome to the class. Here നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫങ്ഷൻസ്. നെക്സ്റ്റ് പോർഷൻ ആണ് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫങ്ഷൻ. അപ്പോൾ എന്താണ് ഡ്രൈവിംഗ് പോയിന്റ്? സാധാരണ ഒരു വൺ പോർട്ട് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡ്രൈവിംഗ് പോയിന്റ് മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് voltage to current. It is the ratio of voltage to current. അപ്പോൾ ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ സെഡ് ഓഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഡ്രൈവിംഗ് പോയിന്റ് ഇമ്പിഡൻസ് എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നു? സെഡ് ഓഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ടു കറൻറ്റ്. വോൾട്ടേജിൻ്റെയും കറൻറ്റിൻ്റെയും റേഷ്യോ ആണ് ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് എന്താണ്? ഒരു 2 പോർട്ട് നെറ്റ്വർക്കാണ് അല്ലേ? ഇൻപുട്ട് ടെർമിനൽസ്, ഒരു പെയർ ഓഫ് ഇൻപുട്ട് ടെർമിനൽസും ഉണ്ടാകും, ഒരു പെയർ ഔട്ട്പുട്ട് ടെർമിനൽസും ഉണ്ടാകും. അപ്പോൾ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് പോയിൻ്റ് ഉണ്ടാകുക? ഇൻപുട്ട് ടെർമിനൽ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് ടെർമിനലിൽ എന്തുണ്ട്? വോൾട്ടേജ് V1 ആൻഡ് കറൻറ്റ് I1 ഉണ്ട് അല്ലേ? വോൾട്ടേജ് V1 ഉണ്ട്, അതുപോലെ കറൻറ്റ് I1 ഉണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ ഓഫ് വോൾട്ടേജ് ടു കറൻ്റ് ആണ്. അപ്പോൾ 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിൽ ഇൻപുട്ട് ടെർമിനൽ മാത്രം കൺസിഡർ ചെയ്താൽ, അതായത് 1 to 1 അല്ലേ, പോർട്ട് 1 to 1 മാത്രം, അതായത് ഇൻപുട്ട് ടെർമിനൽ മാത്രം കൺസിഡർ ചെയ്താൽ എങ്ങനെ വരും? ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഈ ഇക്വേഷൻ വെച്ചിട്ട് Z11 ഓഫ് എസ് ഈസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വോൾട്ടേജ് ടു കറൻറ്റ് അല്ലേ? ബട്ട് എന്താണ്? ഇൻപുട്ട് ടെർമിനലാണ്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരും? Z11 ഓഫ് എസ് ഈസ് ഈക്വൽ ടു V1 ഓഫ് എസ് ഡിവൈഡ് ബൈ I1 ഓഫ് എസ്. സിമിലർലി എന്താണ്? 2 പോർട്ട് നെറ്റ്വർക്കിൽ എന്തുണ്ട്? എ പെയർ ഓഫ് ഔട്ട്പുട്ട് ടെർമിനൽസും ഉണ്ട് അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് ടെർമിനൽസ് കൺസിഡർ ചെയ്താൽ അവിടെയുള്ള വോൾട്ടേജ് എന്താണ്? അവിടെയുള്ള വോൾട്ടേജ് V2 ആൻഡ് കറൻറ്റ് I2. അപ്പോൾ 2 to 2 അല്ലേ? 2 to 2 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. കാരണം 2 പോർട്ട് നെറ്റ്വർക്കിൽ ഔട്ട്പുട്ട് ടെർമിനലിലുള്ള ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും? Z22 ഓഫ് എസ് മീൻസ് ഔട്ട്പുട്ട് ടെർമിനലാണ്. അപ്പോൾ Z22 ഓഫ് എസ് ഈസ് ഈക്വൽ ടു V2 ഓഫ് എസ് ഡിവൈഡ് ബൈ I2 ഓഫ് എസ്. Z22 ഓഫ് എസ് ഈസ് ഈക്വൽ ടു V2 ഓഫ് എസ് ഡിവൈഡ് ബൈ I2 ഓഫ് എസ്. അപ്പോൾ ഇതാണ് ഇൻപുട്ട് ടെർമിനലും ഔട്ട്പുട്ട് ടെർമിനലും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു അല്ലേ? സെപ്പറേറ്റ് ആയിട്ടാണ് ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ്. ഇത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പോയിൻ്റ് അഡ്മിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് വരും? അഡ്മിറ്റൻസ് എന്താണ്? അതെ, ഇൻവേഴ്സ് അല്ലേ? ഇമ്പിഡൻസിൻ്റെ ഇൻവേഴ്സ് അല്ലേ? അതായത് 1/z ആണല്ലേ? അഡ്മിറ്റൻസ് y ഈസ് ഈക്വൽ ടു എന്താണ്? 1/z ആണ്. അപ്പം അഡ്മിറ്റൻസ് y ഈസ് ഈക്വൽ ടു I/V ആയിരിക്കും. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കറൻറ്റ് ടു വോൾട്ടേജ്. സോ by considering the input terminals, what is the driving point admittance?
What is the driving point admittance? By considering the input terminal, what is the driving point admittance? Yes, it is y11 of s. അല്ലേ? Is y11 of s is equal to I1 of s divided by V1 of s. ഇനിയിപ്പോൾ ഔട്ട്പുട്ട് ടെർമിനലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ഡ്രൈവിംഗ് പോയിൻ്റ് അഡ്മിറ്റൻസ്? യെസ്, y22 of s. y22 of s is equal to I2 of s divided by V2 of s. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിലബസിൽ ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് ആണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്മിറ്റൻസും കൂടെ നോട്ട് ചെയ്യുക. അപ്പോൾ ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 1 പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ്? വോൾട്ടേജ് ഡിവൈഡ് ബൈ കറൻ്റ് ആണ്. ഇനി ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിലാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ഇൻപുട്ട് സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, V1 of s ഡിവൈഡ് ബൈ I1 of s. ഇനി ഔട്ട്പുട്ട് ടെർമിനലാണ് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് എന്ത് വരും? ഇതാണ് Z22 of s അല്ലേ? Z22 of s ഈസ് ഈക്വൽ ടു V2 of s ഡിവൈഡ് ബൈ I2 of s. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? സിംപ്ലി നമ്മളൊരു സർക്യൂട്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? അതെ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് എന്ത്? സിംപ്ലി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതായത് വോൾട്ടേജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇപ്പോൾ ഏത് പാരാമീറ്ററാണോ എടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള വാല്യൂ ഡിവൈഡ് ബൈ ഇൻപുട്ട് വാല്യൂ. ഇപ്പോൾ സാധാരണ ഒരു സർക്യൂട്ടിൻ്റെ കേസിൽ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാകാം, കറൻറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാകാം. അപ്പോൾ ഇതിൽ 2 പോർട്ട് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G2 of s, ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് G of s ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G of s ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് ടെർമിനലാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ G21 of s ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഔട്ട്പുട്ട് ടെർമിനലിലെ വോൾട്ടേജ് ആണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ G21 of s ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ G21 of s ഈസ് ഈക്വൽ ടു എന്താണ്? V2 of s ഡിവൈഡ് ബൈ V1 of s. ഇനി ഇൻപുട്ട് ടെർമിനലിലെ വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുന്നതെങ്കിൽ എങ്ങനെ വരും? G12 of s അല്ലേ? G12 of s ഈസ് ഈക്വൽ ടു V1 of s ഡിവൈഡ് ബൈ V2 of s. ഇപ്പോൾ സിമ്പിളാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ കൺസെപ്റ്റ് സിമ്പിളാണ്. എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഏതാണോ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് അത് വെച്ചിട്ട് ഇക്വേഷൻ മാറുന്നു. ഇനി കറൻറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ കറൻറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൽഫ ഓഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു അല്ലേ? ആൽഫ ഓഫ് എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ടാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എഴുതും? ആൽഫ 12 of s. ആൽഫ 12 of s ഈസ് ഈക്വൽ ടു I1 of s ഡിവൈഡ് ബൈ I2 of s. സിമിലർലി ആൽഫ 2 of s ഔട്ട്പുട്ടാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആൽഫ 2 of s ഈസ് ഈക്വൽ ടു 21 of s ഈസ് ഈക്വൽ ടു I2 of s ഡിവൈഡ് ബൈ I1 of s. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസിൽ പറയാനുള്ളത്.
അപ്പം ഡ്രൈവിംഗ് പോയിൻ്റ്, ഇമ്പിഡൻസ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കി ഇനി കുറച്ച് പ്രോബ്ലംസ് ആണുള്ളത്. മോഡലിങ്ങിൻ്റെ സെറ്റിൻ്റെയും YHT അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.